ഏവർക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് ഇവിടെ ഇതുവരെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം: ഒരു വാട്ടർ ടാങ്കിന്റെ 5/3 ഭാഗം നിറയാൻ 15 മിനിറ്റ് സമയമെടുക്കുന്നു എങ്കിൽ ടാങ്ക് നിറയാൻ ആകെ എത്ര സമയം വേണ്ടി വരും? ഒരു വാട്ടർ ടാങ്കിന്റെ 5/3 ഭാഗം നിറയാൻ 15 മിനിറ്റ് സമയമെടുക്കുന്നു എങ്കിൽ ടാങ്ക് നിറയാൻ ആകെ എത്ര സമയം വേണ്ടി വരും? ഇവിടെ ചോദ്യത്തിൽ 5/3 ഭാഗം നിറയാൻ 15 മിനിറ്റാണ് സമയം എങ്കിൽ 3 ഭാഗം നിറയാൻ 15 മിനിറ്റ് എങ്കിൽ ഒരു ഭാഗം നിറയാനോ 5 മിനിറ്റ്. 5-1 ഭാഗം നിറയാൻ 5 മിനിറ്റ്, അതായത് 3x = 15 മിനിറ്റ്. അപ്പോ 1x = 15/3, അതായത് 5 മിനിറ്റ്. എങ്കിൽ മുഴുവൻ നിറയാൻ, മുഴുവൻ എന്ന് പറഞ്ഞാൽ 5/5 ആണ്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. 5/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 5 അഥവാ 25 മിനിറ്റ്. അപ്പോൾ 5-1 ഭാഗം നിറയാൻ 5 മിനിറ്റ് ആണെങ്കിൽ 5/5 നിറയാൻ 5×5 = 25. 5-1 ഭാഗം നിറയാൻ 6 മിനിറ്റ് ആണ് സമയമെങ്കിലോ 5×6 = 30 മിനിറ്റ്. 5-1 ഭാഗം നിറയാൻ 7 മിനിറ്റ് ആണ് സമയമെങ്കിലോ 7×5 = 35. അങ്ങനെ മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 50 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 20% ഡിസ്കൗണ്ട് നൽകിയാൽ ഇപ്പോഴത്തെ വില എത്ര രൂപയാണ്? അതായത് 50 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 20% ഡിസ്കൗണ്ട് നൽകിയാൽ ഇപ്പോഴത്തെ വില എത്ര? അപ്പോൾ നമുക്ക് വില 10% വർദ്ധിപ്പിച്ചാൽ എത്രയാണെന്നൊന്ന് നോക്കാം. 10% വില വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം 110 രൂപയ്ക്ക് വിൽക്കുന്നു. 10% വില കുറക്കുക എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം 90 രൂപയ്ക്ക് വിൽക്കുന്നു. അതായത് 110 രൂപയുടെ സാധനത്തിന് 90 രൂപ അഥവാ 90% വിലയാകുമ്പോൾ എത്രയാണ്? 99 രൂപയായിരിക്കും വില. 110 ഗുണിക്കണം 90/100 അഥവാ 99 രൂപ. അങ്ങനെയാണെങ്കിൽ 20% വില വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ 20% വില വർദ്ധിപ്പിച്ചാൽ 100 രൂപയുടെ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കും? 120 രൂപയ്ക്ക്. അപ്പൊ 20% വില കുറക്കുക എന്ന് പറഞ്ഞാൽ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 80 രൂപ. 100 രൂപയുടെ സാധനം 80 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ 120 ഒരു 0 പോയി, 80 ഒരു 0 പോയി. അപ്പോൾ 2 പൂജ്യങ്ങൾ വെട്ടിക്കഴിഞ്ഞു. 12 × 8 96 രൂപയ്ക്ക് കൊടുക്കുന്നു. അതായത് എത്ര ശതമാനം കുറഞ്ഞു? 4%. 100 രൂപയുടെ സാധനത്തിന് 4 രൂപ കുറഞ്ഞു എങ്കിൽ 50 രൂപയുടെ സാധനത്തിന് 2 രൂപ കുറയും, അതായത് 48. ഇപ്രകാരം 30% വില വർദ്ധിച്ചതിന് ശേഷം 30% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 9 കുറയുന്നു, അതായത് 91 രൂപയ്ക്ക് കൊടുക്കുന്നു. 100 രൂപയുടെ സാധനം 91 രൂപയ്ക്ക് കൊടുക്കും, അതായത് 91 രൂപയ്ക്ക്. അപ്പൊ 50 രൂപയുടെ സാധനം 91ന്റെ പകുതി, അതായത് 45 രൂപ 50 പൈസക്ക് കൊടുക്കുന്നു. അപ്പൊ 40% വില വർദ്ധിച്ച് 40% കുറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 4×4 16 രൂപ കൊടുക്കുന്നു. 100 16 കുറച്ചാൽ 84 രൂപയ്ക്ക് കൊടുക്കുന്നു. 100 രൂപയുടെ സാധനത്തിന് 84 രൂപ, 50 രൂപയുടെ സാധനത്തിന് 42 രൂപ. ഇങ്ങനെ നമുക്ക് മനക്കണക്കായി ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം: ചുവടെ കൊടുത്തവയിൽ നിരന്തര വിലയിരുത്തലിന്റെ ഉദ്ദേശമായി പരിഗണിക്കുന്നത് പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതിന്, കുട്ടികളുടെ തെറ്റുകൾ കണ്ടെത്തി ശിക്ഷിക്കുന്നതിന്, കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ നൽകുന്നതിന്, കുട്ടികളെ തരംതിരിക്കുന്നതിന്. ഇതിലെല്ലാവർക്കും അറിയാം, കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ നൽകുന്നതിനാണ്. അടുത്ത ചോദ്യം: 50ന്റെ 30%, 30ന്റെ 50% തമ്മിലുള്ള വ്യത്യാസം എത്ര? 50ന്റെ 30%, 30ന്റെ 50% തമ്മിലുള്ള വ്യത്യാസം എത്ര?
അതെപ്പോഴും 0 അത് ചെയ്ത രീതി ഒന്ന് നോക്കൂ. 50ന്റെ 30% എന്ന് പറഞ്ഞാൽ 50 ഗുണിക്കണം 30/100 30ന്റെ 50% എന്ന് പറഞ്ഞാൽ 30 ഗുണിക്കണം 50/100. അപ്പോൾ 2 പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ 3 5 15. ഇപ്പുറത്തെ ഭാഗവും 3 5 15 15 കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 0. അപ്പം 50ന്റെ 30% 30ന്റെ 50% തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? 0. എങ്കിൽ 60ന്റെ 30% 30ന്റെ 60% തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? അതും 0. 70ന്റെ 20% 20ന്റെ 70% തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? അതും 0. ഇങ്ങനെ ഒരേ ശതമാനങ്ങൾ വരികയാണ്, തിരിച്ചും മറിച്ചും വരികയാണെങ്കിൽ എപ്പോഴും വ്യത്യാസം 0. നെക്സ്റ്റ്, 2/8ന്റെ പകുതി എത്ര? അഥവാ 2/8ന്റെ പകുതി. 2/8 എന്ന് പറഞ്ഞാൽ 2നെ 8 തവണ ഗുണിച്ചു എന്നാണ്. 2നെ 8 തവണ ഗുണിച്ചതിൽ നിന്ന് ഒരു 2 ഒഴിവാക്കുകയാണ് ഹരിക്കുക എന്ന് പറഞ്ഞാൽ, അഥവാ പകുതി എന്ന് പറഞ്ഞാൽ. പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കലാണ്. അപ്പൊ 2/8ന്റെ പകുതി എത്രയാണ്? 2/7. അപ്പോ 2/10ന്റെ പകുതി 2/9. 2/100ന്റെ പകുതി 2/99 ആയിരിക്കും. നെക്സ്റ്റ്, 1729 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രീനിവാസ രാമാനുജനാണ്. ഇത് രാമാനുജ സംഖ്യ എന്ന പേരിലും അറിയപ്പെടുന്നു. 1729 ശ്രീനിവാസ രാമാനുജന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യയാണ്. ഈ സംഖ്യക്കുള്ള പ്രത്യേകത 2 സംഖ്യകളുടെ കൃതികളായി എഴുതാവുന്ന രണ്ട് സംഖ്യകളുടെ ക്യൂബുകളായി എഴുതാവുന്ന സംഖ്യയാണ് 1729. അതായത് 10 3 9 3. 10 3 എത്രയാണ്? 10 10 100 100 100 10 1000. 9 3 9 9 81 81 729. 1000 729 കൂട്ടിയാൽ 10,729. ഇത് രാമാനുജ സംഖ്യയാണ് 1729. അതേപോലെ 12 3 1 3 ഇതിന് തുല്യമാണ്. അങ്ങനെ 2 സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി എഴുതാവുന്ന ഒരു സംഖ്യയാണ് 1729. ഇത് ശ്രീനിവാസ രാമാനുജന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രീനിവാസ രാമാനുജന്റെ ജീവചരിത്രത്തിന്റെ പേരെന്താണ്? ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി. ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി എന്നതാണ് ശ്രീനിവാസ രാമാനുജന്റെ ആത്മകഥയുടെ ജീവചരിത്രത്തിന്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10/2. 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയറിന് തുല്യമായത് ഏത്? ഇത്തരം ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ. 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അടുത്തടുത്ത 2 സംഖ്യകളുടെ വർഗവ്യത്യാസം അവയുടെ തുകയായിരിക്കും. അടുത്തടുത്ത 2 സംഖ്യകളുടെ വർഗവ്യത്യാസം അവയുടെ തുകയായിരിക്കും. അപ്പൊ 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്താണ്? 10 കൂട്ടണം 9. അങ്ങനെയാണെങ്കിൽ 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്തായിരിക്കും? 8 കൂട്ടണം 7 ആയിരിക്കും. എങ്കിൽ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്തായിരിക്കും? 6 കൂട്ടണം 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 10 കൂട്ടണം 9 കൂട്ടണം 8 കൂട്ടണം 7 കൂട്ടണം 6 കൂട്ടണം 5 കൂട്ടണം ഇങ്ങനെ 1 വരെ കൂട്ടുന്നതാണ്. 1 മുതൽ 10 വരെയുള്ള സംഖ്യയുടെ തുക നമുക്കറിയാം. എങ്ങനെയാണ്? 10ന് തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുക. 10 11 110. 110ന്റെ പകുതി 55 ആയിരിക്കും. അപ്പോൾ അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യയുടെ വർഗവ്യത്യാസം അവയുടെ തുകയായിരിക്കുമെന്ന ആശയമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത 2 ഒറ്റ സംഖ്യയുടെ വർഗവ്യത്യാസം എന്തായിരിക്കും? അവയുടെ തുകയുടെ ഇരട്ടിയായിരിക്കും. അടുത്തടുത്ത ഒറ്റ സംഖ്യയുടെ വർഗവ്യത്യാസം അവയുടെ തുകയുടെ ഇരട്ടിയായിരിക്കും.
അതുപോലെ തന്നെ അടുത്തടുത്ത ഇരട്ട സംഖ്യയുടെയും വർഗവ്യത്യാസം എപ്പോഴും അവയുടെ തുകയുടെ ഇരട്ടിയായിരിക്കും. എണ്ണൽ സംഖ്യയുടെ വർഗവ്യത്യാസം അവയുടെ തുകയായിരിക്കും. ഒറ്റ സംഖ്യയുടെ വർഗവ്യത്യാസം അവയുടെ തുകയുടെ ഇരട്ടിയായിരിക്കും. താഴെ പറയുന്നവയിൽ 0.64 തുല്യമല്ലാത്തതേത്? താഴെ പറയുന്നവയിൽ 0.64 തുല്യമല്ലാത്തതേത് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, താഴെ പറയുന്നവയിൽ 0.64 തുല്യമല്ലാത്തത് ഏത് എന്നാണ്. അതായത് 64/100 0.4 എന്ന് പറഞ്ഞാൽ എന്താണ്? 64/100. അഥവാ 64ന്റെ പകുതി എത്രയാണ്? 32/50 പറയാ. 16/25 പറയാ. 16/25 എന്ന് പറഞ്ഞാൽ എന്താണ്? 4² 5² ആണ്. അഥവാ 4/5 ഹോൾ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ പറയാ 25ന് 5 കൊണ്ട് ഗുണിച്ചാൽ 125, 16ന് 5 കൊണ്ട് ഗുണിച്ചാൽ 80. അപ്പോൾ ഇതിലൊന്നും പെടാത്തത് ഏതാണ്? 50/75 അഥവാ 75ൽ 50 ആണ്. 16/25 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 32/50 കിട്ടിയിട്ടുണ്ട്. 80/125 കിട്ടിയിട്ടുണ്ട്. അതായത് 80/125 കിട്ടിയിട്ടുണ്ട്. ഒരു ഗണിത ക്ലാസ്സിൽ നല്ല ടീച്ചർ സ്വീകരിക്കേണ്ട രീതി അല്ലാത്തത് ഏത്? എല്ലാ ഗണിത പ്രശ്നങ്ങളും ടീച്ചർ സ്വയം നിർദ്ധാരണം ചെയ്ത് കൊടുക്കുക. അത് തെറ്റായ രീതിയാണ്. ടീച്ചർ ഒരിക്കലും എല്ലാ കണക്കുകളും നിർദ്ധാരണം ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണ് ആവശ്യം? ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് അവസരം നൽകുകയാണ് ഏറ്റവും കൂടുതലായി ടീച്ചർ വേണ്ടത്. ചിന്തയുടെ ഗണിതവൽക്കരണം കുട്ടി സ്വയം കണ്ടെത്താൻ, പ്രശ്നങ്ങളുടെ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കുട്ടികളെ സഹായിക്കുക. അതായത് പ്രശ്നങ്ങളുടെ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കുട്ടികളെ സഹായിക്കുക. സർഗാത്മക ചിന്തയ്ക്ക് അവസരം നൽകൽ. ഗണിതത്തിലെ സർഗാത്മക ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? സർഗാത്മകത എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി സ്വയം ചെയ്യുന്ന കാര്യങ്ങളെയാണ് സർഗാത്മകത. കുട്ടിയുടേതായ പുതിയ ക്രിയേറ്റിവിറ്റിക്കാണ് എന്ന് പറയുന്നത് സർഗാത്മകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്ത കാര്യമില്ല, കുട്ടി പുതുതായി കണ്ടെത്തുന്ന രീതികൾക്കാണ് പറയുന്നത് സർഗാത്മകത എന്ന് ഗണിതത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു നല്ല ഗണിതാധ്യാപക കുട്ടികൾക്ക് സർഗാത്മക ചിന്തയ്ക്ക് അവസരം നൽകണം. കുട്ടിക്ക് പുതിയ പുതിയ കണ്ടെത്തലുകൾക്ക് അവസരം നൽകണം. പ്രശ്നങ്ങളുടെ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കുട്ടികളെ സഹായിക്കുന്നതായിരിക്കണം ടീച്ചർ. ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് അവസരം നൽകണം. കുട്ടിയുടെ ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് ഓരോ കുട്ടിയുടെ ചിന്തയും ഗണിതത്തിലേക്ക് എത്തിക്കാനുള്ള താല്പര്യം ടീച്ചർ ഉണ്ടാക്കിയെടുക്കണം. താഴെ കൊടുത്തതിൽ ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏത്? കുട്ടികളുടെ പ്രതികരണം എന്തായാലും ഉണ്ടാവും അല്ലേ? പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ടീച്ചറുടെ സ്വയം വിലയിരുത്തലാണ് ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജ്. പഠന പ്രവർത്തനങ്ങളുടെ മികവും പരിമിതികളും എവിടെ ഉണ്ടാവും? ടീച്ചിങ് മാനുവലിൽ ഉണ്ടാവും. പഠന പ്രവർത്തനങ്ങളുടെ മികവും, ഏതൊക്കെ കുട്ടി മികച്ചു നിൽക്കുന്നത്, എന്തെല്ലാം അതിൻ്റെ അകത്ത് മികവ്, പോരായ്മകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തും. ടേം മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി ലഭിച്ച ഗ്രേഡുകൾ ഒരിക്കലും ഇതിൽ വേണ്ടയില്ല, ടീച്ചിങ് മാനുവലിൽ വേണ്ടയില്ല. ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജിൽ ഇത് വേണ്ടയില്ല. ടേം മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി ലഭിച്ച ഗ്രേഡുകൾ വേണ്ടയില്ല. അടുത്ത ചോദ്യം, 40 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ഒരു സൈക്കിളിൽ സഞ്ചരിക്കാൻ 5 മണിക്കൂർ വേണം എങ്കിൽ സൈക്കിളിന്റെ ശരാശരി വേഗം എത്ര? 40 km/മണിക്കൂർ ശരാശരി വേഗം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? 40 km/മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ സഞ്ചരിക്കും ഒരു ബസ്. എങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 1 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് 80 കിലോമീറ്റർ സഞ്ചരിക്കുമല്ലോ. അതൊരു സൈക്കിൾ. അപ്പൊ 80 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. ആ 80 കിലോമീറ്റർ ഒരു സൈക്കിളിൽ സഞ്ചരിക്കാൻ 5 മണിക്കൂർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ 5 മണിക്കൂർ വേണമെങ്കിൽ 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കും? 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ശരാശരി വേഗത എന്ന് പറയുന്നത്. 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ 5 മണിക്കൂർ വേണം എങ്കിൽ
1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? 16 കിലോമീറ്റർ പെർ മണിക്കൂർ. 80നെ 5 കൊണ്ട് വരച്ചാൽ മതിയല്ലോ. 80/5 അഥവാ 16 കിലോമീറ്റർ പെർ മണിക്കൂർ. ശരിക്കും എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ ഒന്ന് വായിക്കത്. 50 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ബസ്സാണെങ്കിൽ effectively in some intellectually honest form to any child at any stage of development എന്ന് ബ്രൂണറുടെ കോട്ടുണ്ട്. ആ കൊട്ടേഷന്റെ മലയാളം കൂടി എഴുതിയതോടൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇത്രയേ ഉള്ളൂ. ബുദ്ധിപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട് എന്തും ഏത് നിലവാരത്തിലുള്ള ആരെയും പഠിപ്പിക്കാനാവും എന്ന ബ്രൂണറുടെ വാക്കുകൾ സ്പൈറലിംഗ് രീതിയുടെ പ്രാധാന്യം വ്യക്തമാക്കും. ഈ കോട്ടിനകത്താണ് ഇദ്ദേഹം സ്പൈറലിംഗിനെ കുറിച്ച് സത്യസന്ധത പാലിച്ചുകൊണ്ട് എന്തും ഏത് നിലവാരത്തിലുള്ള ആരെയും പഠിപ്പിക്കാനാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഉണ്ട്. ഞാനൊന്ന് ജസ്റ്റ് വളരെ ഇന്റലക്ച്വലി ഓണസ്റ്റ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുന്നിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഏത് ഹയർ ആയിട്ടുള്ള ഒരു ടാസ്കും ആ കുട്ടിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാനാണ് പറയുന്നത്. പറയുന്നത് അതിന്റെ എന്താണ് ഒരു ബിഗിനിങ് സ്റ്റേജിലേക്ക് നമുക്ക് എന്താണ് കുട്ടിയിലേക്ക് ഏറ്റവും എക്സാമ്പിൾ തന്നെയാണ്. നമുക്കറിയാം ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാമെങ്കിൽ 3 ദിവസം കൊണ്ട് മാത്തമാറ്റിക്സിലെ ആ ഒരു കൺസെപ്റ്റ് നമ്മള് ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ എപ്പോൾ സങ്കലനത്തിന്റെ മുഴുവൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ ആ കുട്ടിയുടെ നിലവാരം എന്താണെന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടി അതിന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, സത്യസന്ധത പാലിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പഠിപ്പിക്കേണ്ട കൺസെപ്റ്റ് ഏത് രീതിയിലാണോ അവതരിപ്പിക്കേണ്ട ആ രീതിയിൽ അവതരിപ്പിക്കുന്നത്. പഠിപ്പിക്കേണ്ടത് 1ാം ക്ലാസ്സിലാണ്. സങ്കലനം കൊടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിപരമായിട്ട് അറിയാം, അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്താണ് ഈ കുട്ടിയുടെ മാനസിക നിലവാരം. എന്നാലും ആ കുട്ടിക്ക് സങ്കലനം എന്ന് പറയുന്ന ആശയം എത്തിക്കണമെങ്കിൽ ആ കുട്ടിക്ക് അറിയാവുന്ന വളരെ ലളിതമായ സിംഗിൾ ഡിജിറ്റ് സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സങ്കലനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധ്യമാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് 5 ദിവസം പിന്നെ ജൂലൈ 21 തന്നെ സ്കൂളില് ചാന്ദ്രദിനമായിട്ട് ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ടല്ലോ. നമുക്കറിയാം ഹൈസ്കൂളിലായാലും കഴിഞ്ഞാലും ഇനി ഈവൻ നമ്മളെന്താണ് LP ക്ലാസ്സിൽ 3, 4 ക്ലാസ്സിലൊക്കെ തന്നെ ആയി കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കാം. കാരണം ആ കുട്ടികൾക്ക് അതുമായിട്ടൊക്കെ. എന്നാൽ ഈ സ്കൂള് തുറന്ന് ജൂലൈ മാസത്തിലാണ് ആ ഒരു 2 മാസത്തിനിടയിൽ വന്ന 1ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചാന്ദ്രദിനം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ എന്താണ് ചാന്ദ്രദിനമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സംഭവമാണ് ചാന്ദ്രദിനം. നമുക്ക് കുട്ടികൾക്ക് ചന്ദ്രനിൽ ഇങ്ങനെ ആള് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഉൾക്കൊള്ളാനുള്ള മാനസികമായിട്ടുള്ള ബുദ്ധി വന്നിട്ടുണ്ടാവില്ല. നമുക്കറിയാം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ കുട്ടികൾക്ക് അറിയണമെന്നില്ല. അമ്പിളിമാമൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുട്ടികളാണത്. അതെന്താണെന്ന് കുട്ടിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾ അതിന്റെ ഭയങ്കരമായ ശാസ്ത്രം ആ കാര്യം അങ്ങനെ തന്നെ എടുത്തു കൊടുക്കുന്നു. അല്ലെങ്കിൽ അവിടത്തേക്ക് നീൽ ആംസ്ട്രോങ് കൂട്ടരും പോയതിന്റെ വീഡിയോ നേരെ അങ്ങ് പ്ലാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ബ്ലണ്ടറായി പോകും. അപ്പൊ അവിടെ നമുക്ക് കുട്ടിക്ക് എന്തറിയാം എന്നുള്ള എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് 1ാം ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾ ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ചന്ദ്രനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടി അടുത്ത വീട്ടിൽ ചന്ദ്രനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. അവിടെ കുട്ടിക്ക് എന്താണോ ഇതിനെക്കുറിച്ച് അമ്പിളിമാമെന്ന് പറഞ്ഞാൽ കുട്ടിക്കറിയാം. ആ രീതിയിൽ നമ്മൾ സംസാരിച്ചോളൂ. അവിടുന്ന് കുട്ടികളെ മനസ്സിലാക്കി അവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, താഴുന്നു എന്നുള്ള രീതിയിൽ പറയാറില്ല നമ്മൾ എഡ്യൂക്കേഷനിൽ. കുട്ടികളുടെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുക എന്നാണ് പറയുന്നത് കേട്ടോ. അതും ഞാൻ പറയാം. നമ്മള് ക്വാളിഫിക്കേഷൻ ടീച്ചർ ചിലപ്പോൾ 1ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ലോവർ സ്റ്റാൻഡേർഡിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ അവരുടെ നിലവാരത്തിലേക്ക് താഴെ എന്നല്ല പറയേണ്ടത്, എന്താണ് അവരുടെ നിലവാരത്തിലേക്ക് വരിക. എന്താണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇന്ന് പറയുന്ന ഒരു ടേം. പണ്ടൊക്കെ നമ്മൾ നേരെ തിരിച്ച് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പൊ ആ കുട്ടിക്ക് എന്താണ് ചന്ദ്രനെ കുറിച്ച് അറിയുന്നത്? അമ്പിളിമാവനെ പാട്ടറിയാം,
അമ്പിളിമാമന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മെല്ലെ 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 എന്താണ് ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എവിടെയാണ് കണ്ടത്, ഈ ഡിസ്കഷൻ ഒക്കെ നടത്തി നിങ്ങളുടെ രണ്ടു അവിടത്തേക്ക് പോയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ അവരോട് പറഞ്ഞ് അവരൊരു കൗതുകം ഉണ്ടാക്കി പതിയെ അതെങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിക്കും. കുട്ടികൾ വിമാനത്തിൽ എന്നൊക്കെ ആയിരിക്കും ഉത്തരം പറയുന്നുണ്ടാവുക. അപ്പൊ അതിനൊക്കെ നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്ത് പതിയെ പതിയെ എന്താണ് പോവുകയും ലാസ്റ്റ് ഘട്ടത്തിലെത്തും എന്താണ് ആ അവിടത്തേക്ക് പോയതിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അതൊക്കെ എന്താണെന്ന് പ്ലേ ചെയ്ത് കൊടുത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളുള്ളിലേക്കും ഈ ഒരു സംഭവം രുചി വളർത്താൻ ശാസ്ത്രീയ ആ മനോഭാവത്തിലേക്ക് കുട്ടികൾ ഉണ്ടാക്കുന്ന ഈ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ എത്താൻ കഴിയുന്നുണ്ട്. ആ ബുദ്ധിപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട് വേണ്ട ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് എന്തും ഏത് നിലവാരത്തിലുള്ള ആരെയും കൊട്ടേഷനാണ്. ആ കോട്ടിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ സ്പൈറലിംഗ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ആശയവും ഏത് ക്ലാസ്സിലേക്ക് ആ കുട്ടിയുടെ നിലവാരത്തിൽ നിന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി കുട്ടിക്ക് പരിചയമുള്ള ലോകത്തെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ സ്പൈറലിംഗ് എന്നുള്ള കൺസെപ്റ്റിനെ അദ്ദേഹം and then subjects would be taught at levels gradually increasing difficulty. മുകളിലോട്ട് പോകുന്നതോറും അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഇങ്ങനെ ഉയർന്നു ഇന്ന് കുട്ടികളെ കൺസെപ്റ്റ് പഠിപ്പിക്കുന്നത് ഈ സ്പൈറലിംഗ് രീതിയിലാണ്. നമ്മൾ ഏത് ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്പൈറലിംഗ് അപ്രോച്ച് സ്വീകരിച്ചിരിക്കുന്ന പാഠ്യപദ്ധതിയാണ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ കഴിയുക. ഇപ്പൊ ഏത് സബ്ജക്റ്റിന്റെയും കൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നതോറും ഉയർന്ന ക്ലാസ്സിലോട്ട് കൺസെപ്റ്റിന്റെ കുറച്ചുകൂടി വ്യാപ്തി കൂടി ചാക്രികാരോപണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠനാനുഭവങ്ങളെ അതിന്റെ കാഠിന്യ നിലവാരം അനുസരിച്ച് ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്ക് ക്രമീകരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഈ രീതിയിൽ പഠനാനുഭവങ്ങൾ ഉയർന്ന തലത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് അവയുടെ വ്യാപ്തി അഥവാ കാഠിന്യം കൂടി വരുന്നു എന്നതാണ്. പാഠ്യവസ്തുക്കളെ ചാക്രികാരോഹണ രീതിയിൽ ക്രമീകരിക്കുന്ന വഴി ഒരു പഠന യൂണിറ്റിനെ തന്നെ വിവിധ ഘട്ടങ്ങളായി അനുയോജ്യമായ പഠനാനുഭവങ്ങളുടെ സ്വായത്തമാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പറഞ്ഞതിന്റെ എന്താണ് ഒരു എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ചാക്രികാരോപണത്തെ കാണിക്കുന്ന ശരിയായ ചിത്രം ഏത് എന്നുള്ളത് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മൂന്നും കാണുമ്പോൾ ചാക്രികം പോലെ തന്നെ ഉണ്ട്. പക്ഷെ ബ്രൂണറിയും ചാക്രികം എന്ന് പറയുന്നത്, ബ്രൂണറുടെ സ്പൈറലിംഗ് എന്ന് പറയുന്നത് ഏതാണ് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത് ചാക്രികമല്ല, കാരണം ഓരോ ചുവടും വ്യത്യസ്തമാണ്. അതൊരിക്കലും എന്തല്ല, ചാക്രികമല്ല. ഒരു ടോപ്പിക് വൈസ് ആണ്. ഒന്നാമത്തെ ഒരു ടോപ്പിക്ക്, രണ്ടാമത്തെ ടോപ്പിക്കും അങ്ങനെയാണല്ലോ പോകുന്നത്. രണ്ടാമത്തെ ചിത്രം ഒരു കേവല ചാക്രിക അനുഭവമാണ്, ഒരു നോർമൽ സ്പൈറലിംഗ് ആണ്. അവിടെ നിങ്ങൾക്ക് കാണാം ഒരേ എന്താണ് കാഠിന്യ നിലവാരത്തിലാണ്, ഒരേ വ്യാപ്തിയിലാണ് ആ കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ഡെവലപ്മെന്റിൽ എത്തുമ്പോൾ മുകളിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യുന്നില്ല, അതിന്റെ 2018 കൂടി വരും. എന്നാൽ മൂന്നാമത്തെ ചിത്രം കാണാൻ പറ്റും എന്താണ് ഉദ്ദേശിച്ച സ്പൈറലിംഗിന്റെ എന്താണ് പിക്ചർ എന്ന് പറയുന്നത്. അതില് ഒരു പോയിന്റിൽ തുടങ്ങി ഓരോ ഘട്ടം കഴിയുന്നതോറും എന്താണ് ആ പഠന വസ്തുതയുടെ വ്യാപ്തി അതിന്റെ വർദ്ധിച്ചു വരുന്ന കാണാം. ചെയ്ത സ്പൈറലിംഗിന്റെ ശരിയായ പിക്ചർ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതിൽ മൂന്നാമത്തേതാണ്. മറ്റു രണ്ടും ചാക്രികം പോലെ സ്പൈറലിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ചിത്രമാണ്. തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അടുത്താണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഇതൊരു ടീച്ചിങ് മോഡലാണ്. ബോധന മാതൃക എന്നൊക്കെയാണ് ടീച്ചിങ് മോഡലിനെ മലയാളത്തിൽ പറയുക. ബോധന മാതൃക എന്നൊക്കെയാണ് പറയട്ടോ. ശ്രദ്ധിക്കേണ്ടതാണ്, ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് കുറച്ച് സെപ്പറേറ്റ് മെത്തഡോളജി ക്ലാസ് നമുക്ക് വേറെ എടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത് ബ്രൂണർ
ടീച്ചിങ് ബ്രൂണർ അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ പഠനം എന്ന് പറയുന്ന ആശയം നമ്മൾ നേരത്തെ പറഞ്ഞു. ആ കണ്ടെത്തൽ പഠനം എങ്ങനെയാണ് ക്ലാസ്സിൽ പ്രയോഗവൽക്കരിക്കുക, എങ്ങനെയാണ് ക്ലാസ്സിൽ കണ്ടെത്തൽ പഠനം എന്ന് പറയാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു ടീച്ചിങ് മോഡലാണ് ഇത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ്. ടീച്ചർ കണ്ടെത്തൽ പഠനത്തിലൂടെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കണം, അതിന്റെ ടീച്ചിങ് മോഡൽ എന്താണ്, ബോധന മാതൃക എന്താണ് അല്ലെ എന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്തു, ഈ രീതിയിൽ അവതരിപ്പിച്ചു. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, മലയാളം വരിക ആശയ സമ്പാദന മാതൃക അല്ലെങ്കിൽ ആശയദാന മാതൃക എന്നാണ്. Bruner's concept attainment model is a teaching strategy that involves the presentation of examples and non-examples of a particular concept to help students develop a deeper understanding of the concept എന്നുള്ളതാണ്. നിങ്ങളൊരു ആശയവുമായി ബന്ധപ്പെട്ട് കുറെ ശരിയായ പ്രസ്താവനകളും അല്ലെങ്കിൽ തെറ്റായ ഉദാഹരണങ്ങളും കുട്ടികളുടെ മുന്നിലേക്ക് ആ കൺസെപ്റ്റുമായിട്ട് യോജിക്കുന്നത് എന്താണോ അത് കുട്ടി തിരിച്ചറിയുകയും അതിന്റെ കൺസെപ്റ്റ് ഫോർമേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, കുട്ടി എത്തുകയും ചെയ്യുന്നു. ഈ ഉദാഹരണങ്ങൾ എന്നൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുമൊന്നും വേണ്ട. ഉദാഹരണങ്ങൾ കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെയാണ് ഒരു ആശയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ശരിയും ഉണ്ടാവും തെറ്റും ഉണ്ടാവും. ആ ഫീച്ചേഴ്സ് എന്താ രണ്ടും അവതരിപ്പിക്കുക, രണ്ടും അവതരിപ്പിച്ചെന്ന് ആ കൺസെപ്റ്റുമായിട്ട് യോജിക്കുന്ന ഇന്നത്തെ നമ്മുടെ പ്രൈമറി തലത്തിലൊക്കെ നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുകയും ചെയ്യും. ഇങ്ങനെ കൺസെപ്റ്റ് ഫോം ചെയ്ത് കൊണ്ടുവരിക, അതിനുള്ള ഒരു മോഡലാണ്, ടീച്ചിങ് മോഡലാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ബ്രൂണറുടെ ആശയ സമ്പാദന മാതൃക എന്നത് ഒരു പ്രത്യേക ആശയത്തിന്റെ ഉദാഹരണങ്ങളും അല്ലാത്തവയും അവതരിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ആ ആശയത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അധ്യാപന തന്ത്രമാണ്. സ്ട്രക്ചർ എന്നുള്ളത് വളരെ സിമ്പിൾ തുറന്ന ചോദ്യമായി പരിഗണിക്കാവുന്നത് ആർജന സംബന്ധിച്ച് കൺസെപ്റ്റ്, അതിന്റെ മീനിങ് എന്താണ് അല്ലെ, അതിന്റെ ഒരു ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. മാത്രമല്ല എങ്ങനെയാണ് കൺസെപ്റ്റ് അറ്റൈൻ ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ബ്രൂണറുടെ അഭിപ്രായത്തിൽ രണ്ട് ചിന്തന പ്രക്രിയകളാണ് ആശയ പഠനത്തിന് ഉപയോഗിക്കുന്നത്. നോക്കൂ, രണ്ട് തിങ്കിങ് പ്രോസസ്സാണ് തെരഞ്ഞെടുപ്പ് അഥവാ സെലക്ഷൻ എന്ന് പറയുന്നതാണ്. തെരഞ്ഞെടുപ്പ് അഥവാ സെലക്ഷൻ. സെലക്ഷൻ്റെ അകത്ത് എങ്ങനെയാണ് നോക്കണേ, നമ്മൾ പറയുന്ന കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിൽ നമുക്ക് രണ്ട് രീതികൾ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഒന്ന് സെലക്ഷനാണ്, തെരഞ്ഞെടുപ്പ്. ഇതിൽ പഠിതാവ് തന്നെ സ്വന്തം ധാരണയ്ക്കനുസരിച്ച് ആശയങ്ങളുടെ വർഗീകരണം നടത്തുന്നു, അവയെ സ്വയം പരിശോധിച്ച് ഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു സപ്പോർട്ടറോ ഒരു മെന്ററോ അക്കാഡമിക് നിലവാരമുള്ള മറ്റൊരാളുടെ സഹായമോ ഒന്നുമില്ലാതെ നേരിട്ട് കുട്ടി ഫേസ് ചെയ്ത പ്രോബ്ലത്തിന് കുട്ടി തന്നെ പരിഹാരം കണ്ടെത്തി തെരഞ്ഞെടുപ്പ് സെലക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതിയാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിൽ രണ്ടാമത്തെ രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ക്ലാസ് മുറിയിലൊക്കെ സ്വീകരിക്കുക. സ്വീകരണത്തിന്റെ റിസപ്ഷൻ. ക്ലാസ് മുറിയിൽ പരിശോധിച്ച് പഠിതാവ് തന്നെ സ്വയം ആശയം സ്വന്തമാക്കുന്നു. ഇതാണ് ഇത് സമന്വയമാണ് ആശയ സമ്പാദന മാതൃകയിൽ. ബ്രൂണർ കണ്ടെത്തൽ എങ്ങനെ നടക്കണമെന്ന് വിശദീകരിക്കുന്നത് ആശയ സമ്പാദന മാതൃകയിലൂടെയാണ്. പെൻസിലിന്റെ വിലയോട് 4 കൂട്ടി കഴിഞ്ഞാൽ 19 കിട്ടാം. അല്ലെങ്കിൽ 3 വസ്തുക്കളുടെ വില 15ആണെന്ന് പറയാം. ഇങ്ങനെ പല ഉത്തരങ്ങളും കിട്ടുന്നതുകൊണ്ട് ഒരു ചോദ്യത്തിൽ തന്നെ ശരിയായ പല ഉത്തരങ്ങൾ വരുന്നതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളെയാണ് ഓപ്പൺ ക്വസ്റ്റ്യൻ അഥവാ തുറന്ന ചോദ്യം എന്ന് പറയുന്നത്.
കണ്ടെത്തൽ പഠനത്തിന്റെ ക്ലാസ് റൂം പ്രയോഗവൽക്കരണമാണ് CAM. ആ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നുണ്ട്. 10 കുട്ടികളുടെ ശരാശരി തൂക്കം 50 കിലോഗ്രാം ആണ്. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി തൂക്കം എൻക്വയറി 1 കിലോഗ്രാം കുറഞ്ഞു. അവിടെ നിങ്ങൾക്ക് 2 രീതികൾ അവതരിപ്പിക്കാൻ സ്വീകരിക്കാവുന്നതാണ്. ഒന്നെന്താണ് 10 കുട്ടികളുടെ ശരാശരി തൂക്കം റിസപ്ഷൻ ആണ്, 50 കിലോഗ്രാം ആണ്. തെരഞ്ഞെടുപ്പാണ്. ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി തൂക്കം 1 കിലോഗ്രാം കുറഞ്ഞു. എങ്കിൽ പുതുതായി വന്ന ആളുടെ തൂക്കം എത്ര കിലോഗ്രാം ആണ്? എന്നാൽ റിസപ്ഷന്റെ അകത്ത് കുട്ടി സ്വന്തമായിട്ട് ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. 10 കുട്ടികളുടെ ശരാശരി തൂക്കം 50 എന്ന് പറഞ്ഞാൽ 10 പേരുടെയും തൂക്കം 50 ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നു. കുട്ടി കിട്ടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ കൂടെ വന്നു, പുതുതായി ഒരാൾ കൂടെ വന്നു. അതിനാവശ്യമായിട്ടുള്ള എന്താണ് അപ്പോൾ ശരാശരി തൂക്കം എത്രയായി? 49 എല്ലാവരുടെയും തൂക്കം ഓരോന്ന് കുറഞ്ഞു. അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് എത്ര കുറഞ്ഞു? 10 പേരുടെ തൂക്കം ഓരോന്ന് ചെടികളുടെ വേരിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി ആ കുട്ടിയെ ഡയറക്റ്റ് ചെയ്ത് വിട്ടതാണ് അധ്യാപകൻ. എല്ലാരും ഓരോ കിലോഗ്രാം അയാൾക്ക് കൊടുത്തു എന്നർത്ഥം. ചുറ്റുപാടും പോയിട്ട് സസ്യങ്ങളുടെ അപ്പോൾ 49 ആയത് എല്ലാരും ഓരോ കിലോഗ്രാം കൊടുത്തിട്ടാണ് അയാളുടെ തൂക്കം 49 ആയത്. കൊണ്ടുവരിക. ആ വേരിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകളുണ്ടോ, അപ്പോൾ അയാളുടെ യഥാർത്ഥ തൂക്കം കാണപ്പെടുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു. ഒന്നാമത്തവന് 1 കിലോഗ്രാം കൊടുത്തു, രണ്ടാമത്തെ ഇങ്ങനെ 10 പേരും ഓരോ കിലോഗ്രാം കൊടുത്തിട്ടാണ് അവന് 49 എത്തിയത്. അപ്പോൾ 10 പേര് കൊടുത്തിട്ട് 49 എത്തുകയാണെങ്കിൽ 10 പേര് ഓരോന്ന് കൊടുത്തിട്ട് 49 ആണെങ്കിൽ ബ്രൂണറുടെ കൺസെപ്റ്റുകളാണ് നോക്കിയത്. ഒന്നെന്തായിരുന്നു? ആദ്യത്തേത് കണ്ടെത്തൽ പഠനത്തിന്റെ ക്ലാസ് റൂം ആപ്ലിക്കേഷൻ ആണ് എന്ത്? ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യത്തെ 5 ഓവറുകളിൽ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലാണെന്നും കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ പിന്നെ അവതരിപ്പിച്ചത് ആരും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ, പഠിക്കാൻ. പിന്നെ ഡിസ്കവറി ലേണിംഗിനെ കുറിച്ച് സൂചിപ്പിച്ച പുസ്തകത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇപ്പൊ ഡിസ്കവറി ലേണിംഗ് നമ്മൾ പറഞ്ഞു കണ്ടെത്തി പഠിക്കലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്പൈറലിംഗ് ആണ്. പാഠ്യപദ്ധതി എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, പഠിക്കേണ്ട പാഠഭാഗങ്ങളെ ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇത് പറയുന്നത്. സ്പൈറലിംഗ് പറയുന്നത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ടീച്ചിങ് മോഡലാണ്. അദ്ദേഹത്തിന്റെ ഡിസ്കവറി ലേണിംഗ് എങ്ങനെയാണ് ക്ലാസ് മുറി പ്രയോഗവൽക്കരിക്കുക എന്നാണ് ആ ടീച്ചിങ് മോഡൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതൊരു എൻക്വയറി ബേസ്ഡ് ടീച്ചിങ് മോഡലാണെന്നുള്ള 4000 രൂപയ്ക്ക് 10% നിരക്കിൽ 3 മാസത്തേക്കുള്ള പഠിക്കൽ എന്ന ആശയം ബ്രൂണറുടേതാണ്. എന്ന് വെച്ചാൽ ലേണിംഗ് ടു ലേൺ എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൽ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്കുള്ള 4000 രൂപയ്ക്ക് 10% നിരക്കിൽ ഒരു വർഷത്തേക്കുള്ള നിരക്ക് എത്രയാണ്? പുസ്തകമാണ് ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ ചോദ്യം പരീക്ഷ ചോദിച്ചു. വിദ്യാഭ്യാസത്തിൽ സാംസ്കാരിക ഘടകങ്ങൾക്കുള്ള നിർണായക പ്രാധാന്യത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന ബ്രൂണറുടെ പുസ്തകമാണ് ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലായിരുന്നു കണ്ടെത്തൽ പഠനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത്. കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് പഠനത്തിന് കുട്ടിയുടെ സോഷ്യോ കൾച്ചറൽ എലമെന്റ്സിനുള്ള പ്രാധാന്യം എന്താണെന്ന് അദ്ദേഹം വിശദമാക്കുന്നത്. എങ്കിൽ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ഓൾറെഡി പറഞ്ഞു. കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എ സ്റ്റഡി ഓഫ് തിങ്കിങ്, സ്റ്റഡീസ് ഇൻ കോഗ്നിറ്റീവ് ഗ്രോത്ത് ടുവേർഡ്സ് എ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ, പ്രോസസ് ഓഫ് കോഗ്നിറ്റീവ് ഗ്രോത്ത്, ആക്ച്വൽ 4000 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ 4000 ഗുണിക്കണം 10/100 അഥവാ 400 രൂപ. ഇതില് പ്രോസസ് എഡ്യൂക്കേഷനും കൾച്ചർ ഓഫ് എഡ്യൂക്കേഷനും നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്ക് 400 രൂപ, മനസ്സിലാക്കി വെക്കാം. ഇത്രയുമാണ് നമുക്ക് ബ്രൂണറെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പം ബ്രൂണറുടെ 3 പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് വൈഗോട്സ്കിയുമായി കാണാം. ഓക്കെ, താഴെ കൊടുത്തവയിൽ 4/3 അഥവാ 3/4 വലുതും 6/5 ചെറുതുമായ ഭിന്നസംഖ്യ ഏതാണ്? താഴെ കൊടുത്തവയിൽ 4/3 വലുതും 6/5 ചെറുതുമായ ഭിന്നസംഖ്യ ഏതാണ്? അപ്പോ ഇവിടെ നോക്കൂ, 3/4 വലുത്, 6/5 ചെറുത്. അപ്പൊ അര എന്ന് പറയുന്നത് 2/1 എന്ന് പറയുന്നത് 3/4 ചെറുതാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അതൊഴിവാക്കാം. 3/2 3/4 ചെറുതാണെന്ന് നമുക്കറിയാം. പിന്നെ ഉള്ളത് ഏതൊക്കെയാണ്? 4/3 ഉണ്ട്, 6/5 ഉണ്ട്, 10/9 ഉണ്ട്. അപ്പോൾ ഇതിൽ 6/5 6/5 വലുതും
മുക്കാലിനേക്കാൾ വലുതും 6/5 ചെറുതുമായിരിക്കണം. അതായത് ഇടഭിന്നം കണ്ടാൽ മതി. ഒരു സംഖ്യയേക്കാൾ വലുതും മറ്റൊന്നിനേക്കാൾ ചെറുതും എന്ന് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇടഭിന്നം കണ്ടാൽ മതി. 5 3 8, 6 4 10. അപ്പൊ ഇടഭിന്നം കാണാൻ രണ്ട് ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ കാണുക എന്ന് പറഞ്ഞാൽ മേലത്തെ അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക. എങ്കിൽ ഇടഭിന്നമായി രണ്ട് ഭിന്നസംഖ്യക്കിടയില്ല ഒരു ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിലെ അംശം കൂട്ടാൻ 5 3 8, 4 6 10. അപ്പോ ഇവയുടെ പകുതി എത്രയാണ്? ഇതിനെ ചുരുക്ക 10 10 8 ചുരുക്കി കഴിഞ്ഞാൽ 5 4. അപ്പോ നമ്മുടെ ഉത്തരം ഏതാണ്? 5 4. ഇപ്രകാരം ഇടഭിന്നം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അംശത്തെ അംശവും കൊണ്ട് കൂട്ടുക, ഛേദത്തെ ഛേദവും കൂട്ടിയിട്ട് അത് ചുരുക്കി എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇടഭിന്നം കിട്ടും. ചുരുക്കിയില്ലെങ്കിലും ഇടഭിന്നം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമാന്യ തത്വങ്ങളിൽ നിന്ന് പ്രത്യേക ഉദാഹരണങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കുന്ന പഠന രീതി. സാമാന്യ തത്വങ്ങളിൽ നിന്ന് പ്രത്യേക ഉദാഹരണങ്ങളിലേക്ക്, ഇത് നിങ്ങൾ സൈക്കോളജിയിലൊക്കെ പഠിച്ചതാണ്, നിഗമന രീതിയാണ്. അപ്പോൾ സാമാന്യ തത്വങ്ങളിൽ നിന്ന് പ്രത്യേക ഉദാഹരണങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കുന്ന പഠന രീതി നിഗമന രീതിയാണ്. അതേസമയം ഏതാനും ഉദാഹരണങ്ങളിൽ നിന്ന് തത്വത്തിലേക്ക് എത്തുന്നത് ആഗമന രീതിയാണ്. ഉദാഹരണങ്ങളിൽ നിന്ന് തത്വത്തിലേക്ക് എത്തുന്ന ആഗമന രീതിയും സാമാന്യ തത്വങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക് എത്തുന്നത് നിഗമന രീതിയുമാണ്. ഒരു നല്ല ഗണിത പാഠപുസ്തകത്തിനുള്ള സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നാണ്. അപ്പൊ ഒരു നല്ല ഗണിത പാഠപുസ്തകത്തിനുള്ള സവിശേഷതകൾ പെടാത്തതാണ് കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഉള്ളത്. കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഉണ്ടാവണമെന്നൊന്നുമില്ല, കുറെ ചോദ്യോത്തരങ്ങൾ കുട്ടികൾ തന്നെ കണ്ടെത്തി ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. ആശയ രൂപീകരണത്തിന് സഹായിക്കുന്നതായിരിക്കണം അത്. ആശയ രൂപീകരണത്തിന് സഹായിക്കുന്നതായിരിക്കണം. വ്യത്യസ്ത നിലവാരക്കാരെ പരിഗണിക്കുന്നതായിരിക്കണം. സ്വയം പഠനം പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. ഒരു ഗണിത പാഠപുസ്തകത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സ്വയം പഠനം പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. പിന്നെ വ്യത്യസ്ത നിലവാരക്കാരെ പരിഗണിക്കുന്നതായിരിക്കണം. ആശയ രൂപീകരണത്തിന് സഹായിക്കുന്നതുമായിരിക്കണം പാഠപുസ്തകം. നെക്സ്റ്റ്, 200 കുറയ്ക്കണം, 192 കുറയ്ക്കണം 7.5. 200 192 കുറച്ച് 7.5 കുറക്കുക. അത് അങ്ങനെ എന്ത് പറഞ്ഞാല് 200 192 7.5 കുറക്കുകയാണ്. 192 7.5 കുറക്കുക. അതായത് 200 കുറയ്ക്കണം, 192 7.5 കൂട്ടിയിട്ട് കുറച്ചാൽ മതിയല്ലോ. അപ്പോ 200 199, 192 7 എത്രയാണ്? 199. അരയും കാലം കൂട്ടിക്കാൽ 3/4. അപ്പൊ 199 3/4 കുറച്ചാൽ മതി. 200 199 3/4 കുറച്ചാൽ എത്രയാണ്? ഉത്തരം 4 ആയിരിക്കും. താഴെ കൊടുത്തതിൽ ചെറിയ ഭിന്നസംഖ്യ ഏത്? താഴെ കൊടുത്തതിൽ ചെറിയ ഭിന്നസംഖ്യ ഏത്? 3-ൽ 2 ഉണ്ട്, 4-ൽ 1 ഉണ്ട്, 5-ൽ 1 ഉണ്ട്, 6-ൽ 5 ഉണ്ട്. അപ്പോൾ ചെറിയ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഛേദവും അംശം ഏറ്റവും ചെറുതുമായതായിരിക്കും. ഇവിടെ ഏറ്റവും വലിയ ഛേദമായിട്ട് 5 ഉണ്ട് അല്ലേ? 6 ഉണ്ട്, പക്ഷെ അതിന്റെ അംശം 1 അല്ല, 6-ൽ 5 ആണ്. 6 കഷ്ണമാക്കിയാൽ 5 കഷ്ണമാണത്. 5 കഷ്ണാക്കിയാൽ 1 കഷ്ണമാണ്. 4 കഷ്ണാക്കിയാൽ 1 കഷ്ണമാണ്. 3 കഷ്ണാക്കിയാൽ 2 കഷ്ണമാണ്. 3-ൽ 2 എന്ന് പറഞ്ഞാൽ 3-ൽ 2 എന്ന് പറഞ്ഞാൽ 3 കഷ്ണമാക്കിയ ഒരു സാധനത്തിന്റെ 2 ഭാഗം, 4 കഷ്ണമാക്കിയ ഒരു സാധനത്തിന്റെ 1 ഭാഗം, 5 കഷ്ണാക്കിയ ഒരു സാധനത്തിന്റെ 1 ഭാഗം, 6 കഷ്ണാക്കിയ ഒരു സാധനത്തിന്റെ 5 ഭാഗം. അപ്പൊ ഏറ്റവും ചെറുത് ഏത് തന്നെയാണ്? 5-ൽ 1. ഇനി നമുക്ക് അറിയില്ലെങ്കിൽ അതിനെന്ത് ചെയ്യാം? കോണോട് കോൺ ഗുണിച്ചിട്ടും ചെയ്യാവുന്നതാണ്. 3/4-നും 3/5-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. ഇടഭിന്നം കാണുക എങ്ങനെയാണ്? 3/4 അഥവാ 3/4-നും 5-ൽ 3-നും ഇടയിൽ, 4-ൽ 3-നും 5-ൽ 3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? 4-ൽ 3-നും 5-ൽ 3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? അതായത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇടഭിന്നം കാണാൻ എന്താണ് നമ്മൾ പറഞ്ഞത്? അംശവും കൂട്ടുക. അപ്പൊ 3 കൂട്ടി ഇല്ലേ? 3 കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 6.
5 4 കൂട്ടിക്കഴിഞ്ഞാൽ 9. ഇതാണ് നമ്മൾ ഇടഭിന്നം കണ്ടുപിടിക്കുന്ന രീതി. 4 3 കൂട്ടിക്കഴിഞ്ഞാൽ 6, 4 5 കൂട്ടിക്കഴിഞ്ഞാൽ 9. ഇതിനെ 2നെയും 6നെയും 9നെയും ഏത് കൊണ്ട് ഹരിക്കുക? 3 കൊണ്ടായിരിക്കുക. 6ൽ 3 2 തവണയും 9ൽ 3 3 തവണയോ, അഥവാ 3ൽ 2 എന്ന് കിട്ടുന്നു. അപ്പോ ഉത്തരം ഏതാണ്? 3ൽ 2 ആയിരിക്കും. 4ൽ 3നും 5ൽ 3നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? 3ൽ 2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗണിത ക്ലാസ്സിൽ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അമൂർത്തത കുറയ്ക്കുന്നതിന്. പഠനോപകരണങ്ങള് മൂർത്ത ആശയങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് മൂർത്ത ആശയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാഠങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനല്ല, കുട്ടികളെ പ്രവർത്തന നിരതരാക്കുന്നതിനല്ല, ബോധനത്തിലെ പുതുമ നിലനിർത്താനല്ല, അമൂർത്തത കുറയ്ക്കാനാണ് ഗണിതത്തിൽ എന്ത് ചെയ്യുന്നു? പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ ABCD എന്ന ചതുരത്തിന്റെ നീളം 10 സെന്റിമീറ്റർ, വീതി 6 സെന്റിമീറ്റർ ആണ്. ത്രികോണം APBയുടെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? അതറിയാം. ചതുരത്തിന്റെ പരപ്പളവായിരിക്കും എപ്പോഴും ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലേ? 10 6 60. 60ന്റെ പകുതി എത്രയാണ്? 30. 10 6 60. 60ന്റെ പകുതി എത്രയാണ്? 30 ആയിരിക്കും. ഗണിത ബോധന തന്ത്രത്തെക്കുറിച്ച് ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഏത്? കുട്ടികളെ അറിവ് നിർമ്മിക്കാൻ പ്രാപ്തരാക്കുകയാണ്. ഗണിത ബോധന തന്ത്രത്തെക്കുറിച്ച് ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഏതാണ്? കുട്ടികളെ അറിവ് നിർമ്മിക്കാൻ പ്രാപ്തരാക്കുക, അഥവാ ജ്ഞാന നിർമ്മിതിവാദമാണ്. ജ്ഞാനം നിർമ്മിക്കുകയാണ്. കുട്ടികൾക്ക് വസ്തുതകൾ ഓർമ്മിക്കാനുള്ള കഴിവുണ്ടാക്കുകയല്ല, കുട്ടികൾക്ക് എല്ലാ അറിവുകളും പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ട. ധാരാളം ഗൃഹപാഠം നൽകലൊന്നും ഗണിതത്തിന്റെയല്ല, ഗണിത ബോധന തന്ത്രമല്ല. ഗണിത ബോധന തന്ത്രത്തിൽ ഏറ്റവും പ്രധാനമാണ് കുട്ടികളെ അറിവ് നിർമ്മിക്കാൻ പ്രാപ്തരാക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 27 64കളോട് 23 64 കൂട്ടിയാൽ അതിന് ബൈ 49 ഗുണിക്കണം 30 പ്ലസ് 50 ഗുണിക്കണം 15. ഇതൊക്കെ നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? 27 64കളോട് 23 64കൾ കൂട്ടുക. അപ്പോൾ എത്രയാണ്? 50 64കളാണല്ലോ. 27 64കളോട് 23 64കൾ കൂട്ടിയാൽ 50 64 അതുപോലെ 49 50കളോട് 49 50കളോട് 15 50 കൂടി കൂട്ടുന്നു. അപ്പൊ 64 50 64 50നെ 64 50 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഉണ്ടാകുന്നത്? 1. 64 64 ക്യാൻസൽഡ്, 50 50 ക്യാൻസൽഡ്. അപ്പോൾ എത്രയാണ് ഉണ്ടാകുന്നത്? 1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കലണ്ടറിന്റെ ഭാഗമാണ് ചിത്രത്തിൽ എക്സിനെ കുറിക്കുന്ന തീയതി ഏതാണ്? ഒരു കലണ്ടറിന്റെ ഭാഗമാണ് ചിത്രത്തിൽ എക്സിനെ കുറിക്കുന്ന തീയതി ഏതാണ്? അതായിരിക്കും 11 ആയിരിക്കും. അതായത് നമുക്ക് ഇവിടെ 24 തന്നിട്ടുള്ളത്. 24ന്റെ തൊട്ടടുത്ത ദിവസം ഏതായിരിക്കും? 25. അതിന് മേഖലയുള്ള ദിവസം 7 കുറച്ചിട്ടായിരിക്കും. 25 7 കുറച്ച് കഴിഞ്ഞാൽ 18, 18 7 കുറച്ച് കഴിഞ്ഞാൽ 11. അപ്പോൾ ഏത് ദിവസമായിരിക്കും അവിടെ എക്സ് എന്ന സ്ഥാനത്തുള്ള സംഖ്യ ഏതായിരിക്കും? 11 ആയിരിക്കും. ആശയാവതരണ ഘട്ടത്തിലെ ELPSൽ ഇ എന്നത് ഒരു പ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു? കൂട്ടത്തിൽ നിന്ന് 7 പൂക്കൾ ശേഖരിക്കുന്നു, കൂട്ടത്തിൽ നിന്ന് 7 പൂക്കൾക്ക് നിറം കൊടുക്കൽ, 7നെ തിരിച്ചറിയുകയും വായിക്കുകയും ചെയ്യൽ, 7 എന്ന സംഖ്യ എഴുതൽ. ഇതൊക്കെ നിങ്ങൾ സൈക്കോളജി ക്ലാസ് കൂടുതലായി പഠിച്ചതാണ്. അത് നിങ്ങൾ അതിന്റെ ഉത്തരം കണ്ടെത്തുക. ഒന്നര ഹരിക്കണം അര എന്നതിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന എന്താണ്? 1 ഹരിക്കണം
അര എന്നതിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അപ്പോ 1.5 ഹരിക്കണം അര എന്ന് പറഞ്ഞാൽ എന്താണ്? 1.5 എന്ന് പറഞ്ഞാൽ 1.5 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. 1.5 എന്ന് പറഞ്ഞാൽ 3/2 3/2 ഹരിക്കണം 2/1 അഥവാ അരയാണ്. അതായത് 3. ഉത്തരം എത്രയാണ് അത് വരിക? 3 ആണ്. അതേപോലെ അര ഹരിക്കണം അര പ്ലസ് അര ഹരിക്കണം അര പ്ലസ് അര ഹരിക്കണം അര അല്ലേ? 3 അരകളിൽ നിന്ന് അര കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാ ഉത്തരം കിട്ടുന്നത്? 3 ആണ്. അപ്പോൾ 1.5 അര കൊണ്ട് വെച്ചാൽ 1.5യിൽ എത്ര അരകൾ എടുക്കാം? അതാണ് ചോദ്യം. 1.5യിൽ നിന്ന് എത്ര അരകൾ എടുക്കാം? 3 അരകൾ എടുക്കാം. അത് ശരിയാണ്. അല്ലെങ്കിൽ ഇവിടെ 3/2 ഹരിക്കണം അര. അതേപോലെ അര ഹരിക്കണം അര പ്ലസ് അര ഹരിക്കണം അര പ്ലസ് അര ഹരിക്കണം അര. ഓരോ അരകളെ അര കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1 1 1 1 അങ്ങനെ 3 കിട്ടുന്നു. 1.5യുടെ പകുതി എന്നുള്ളതാണ് തെറ്റായ രീതി. പിന്നെ 3/2നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഏതാണ് കിട്ടുന്നത്? 2 2 ക്യാൻസൽ 3. അപ്പോൾ നമുക്ക് 3 ഉത്തരം കിട്ടുന്ന ഏതും ശരിയാണ്. അപ്പോൾ 1.5യുടെ പകുതി ഒരിക്കലും 3 അല്ല. അതുകൊണ്ട് അതാണ് തെറ്റായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10, 21, 32, 43, 54 ഈ പാറ്റേണുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? 11ന്റെ ഗുണിതത്തെക്കാൾ 1 കുറവ്. 11ന്റെ ഗുണിതാണ് 11. അതിനേക്കാൾ തൊട്ട് മുമ്പിലത്തെ സംഖ്യയാണ് 10. 11ന്റെ അടുത്ത ഗുണിതാണ് 22. 22നേക്കാൾ 1 കുറവ്. 33 11ന്റെ ഗുണിതം. 33നേക്കാൾ 1 കുറവ്. 44നേക്കാൾ 1 കുറവാണ് 43. 55 11 55. 55നേക്കാൾ 1 കുറവ്. 66 11 66. പിന്നെ 77 88. 88നേക്കാൾ 1 കുറവ്. 99നേക്കാൾ 1 കുറവ്. ഇങ്ങനെ 1 കുറഞ്ഞ് 11ന്റെ ഗുണിതത്തേക്കാൾ 1 കുറഞ്ഞതാണ് ഇത്. അപ്പൊ ഇതില് 11 കൊണ്ട് അടിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യ ഏതേ ഉള്ളൂ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 11ന്റെ ഗുണിതം കണ്ടുപിടിക്കുന്ന രീതി. ഒന്നരവട്ട സംഖ്യകളുടെ തുകയിൽ നിന്ന് അതിനിടയിലുള്ള സംഖ്യയുടെ തുക കുറച്ചു കഴിഞ്ഞാൽ 0 11ന്റെ ഗുണിതം കിട്ടണം. ഇവിടെ 329നെ 11 കൊണ്ട് വെച്ചാൽ 3 9 12. 12 2 കുറച്ചാൽ 10. അപ്പം 11 കൊണ്ട് ഹരിച്ചാൽ 10 ശിഷ്ടം വരുന്ന സംഖ്യാശ്രേണിയാണ് ആ തന്നിരിക്കുന്ന സംഖ്യാശ്രേണി. അതുകൊണ്ട് 329 ഈ സംഖ്യാശ്രേണിയിൽ ഉണ്ടാകും. ഇതിൽ 329 ഉണ്ടാകുമെന്നാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 1.9നോട് എന്ത് കൂട്ടിയാൽ 2.01 കിട്ടുന്നതാണ്? അപ്പൊ 1.9നോട് എന്ത് കൂട്ടിയാൽ 2.01 കിട്ടും? അപ്പോൾ 1.9നോട് 11 കൂട്ടിയാൽ 0.11 കൂട്ടിയാൽ മാത്രമേ 2.01 കിട്ടുള്ളൂ. അല്ലെ 2.01 എന്ത് കുറച്ചാൽ മതി? 1.9 കുറച്ചാൽ മതി. ഇതാ ഇവിടെ കുറച്ച് നോക്കൂ. 2.01 കുറക്കണം 1.90. അപ്പോ 1 0 കുറച്ചാൽ 1, 10 9 കുറച്ചാൽ 1, ബാക്കി 1 1 കുറച്ചാൽ 0. എ ബി സി എന്നിവ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളാണ്. എന്നാൽ താഴെ കൊടുത്തതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എ ബി സി എന്നിവ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളാണ്. എന്നാൽ താഴെ കൊടുത്തവയിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? എ പ്ലസ് ബി പ്ലസ് സി സമം 631. എന്തുകൊണ്ടാണ്? തുടർച്ചയായ എണ്ണൽ സംഖ്യ ആണെങ്കിൽ 3 എണ്ണൽ സംഖ്യ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യയാണെങ്കിൽ കൂട്ടിയാൽ 3ന്റെ ഗുണിതം മാത്രമേ വരാൻ പാടുള്ളൂ. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളാണെങ്കിൽ 3ന്റെ ഗുണിതം മാത്രമേ വരാൻ പാടുള്ളൂ. തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളാണെങ്കിൽ 9ന്റെ ഗുണിതം മാത്രമേ വരാൻ പാടുള്ളൂ. അതേപോലെ തുടർച്ചയായ 3 സംഖ്യകളാണെങ്കിൽ നടുവിലത്തെ സംഖ്യയുടെ അഥവാ 3ന്റെ ഗുണിതമായിരിക്കും അത്. അതായത് 30 3ന്റെ ഗുണിതമാണ്. 273
7 3 10 2 12, അതുകൊണ്ട് 3ന്റെ ഗുണിതമാണ്. 6 3 9 10, അത് 3ന്റെ ഗുണിതമല്ല. 1 1 2 1 3, അത് 3ന്റെ ഗുണിതമാണ്. അപ്പോൾ 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിലെ സംഖ്യകൾ അക്കങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അത് 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 3 അഭാജ്യസംഖ്യയുടെ തുക 22 അതിൽ വലിയ സംഖ്യ ഏതാണെന്നാണ്. 3 അഭാജ്യസംഖ്യയുടെ തുക 22. 3 ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയുടെ തുക ഒറ്റ സംഖ്യയെ വരാൻ പാടുള്ളൂ. പക്ഷെങ്കിൽ ഇവിടെ 22 പറഞ്ഞതുകൊണ്ട് അതിലൊരു സംഖ്യ 2 അപ്പൊ 3 അഭാജ്യസംഖ്യകളിൽ 1 2 പിന്നെ ബാക്കി 2 തുക എത്രയാണ്? 20. 20ലെ ഏറ്റവും വലിയ സംഖ്യ ഏതൊക്കെ? അത് ഏതൊക്കെയായിരിക്കും? 17 3 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 20 40 50 70 80 ഈ സംഖ്യാശ്രേണി വരുമ്പോൾ വലിയ സംഖ്യ കണ്ടെത്താൻ തുകയിൽ നിന്ന് 3 കുറച്ചാൽ മതി. അഥവാ 20ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 17 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ അഭാജ്യ സംഖ്യ പറയുമ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഒരു ചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും ഒരേ സംഖ്യ ആകുന്നത് എപ്പോൾ? അത് 16 ആവുമ്പോൾ മാത്രമേ ചുറ്റളവും പരപ്പളവും ആവുകയുള്ളൂ. പരപ്പളവ് 16 സമൂഹങ്ങൾക്ക് മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ. ചുറ്റളവും പരപ്പളവും തുല്യമാകുന്നത് പരപ്പളവ് 16 ആണ്, അല്ലെങ്കിൽ ചുറ്റളവ് 16 ആവുമ്പോൾ മാത്രമേ അത് തുല്യമാവുകയുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു പ്രക്രിയാശേഷി അല്ലാത്തത്. പ്രക്രിയാശേഷി ഏതെല്ലാണ്? സാമാന്യവൽക്കരിക്കലുണ്ട്, പട്ടികപ്പെടുത്തലുണ്ട്, ഊഹിക്കലുണ്ട്. അപ്പം നിങ്ങൾ ഈ പ്രക്രിയാശേഷികളൊക്കെ ഒന്ന് പഠിക്കേണ്ടതാണ്. താഴേക്ക് കൊടുത്തിരിക്കുന്നത് ഒരു പ്രക്രിയാശേഷി അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. അപ്പൊ പ്രക്രിയാശേഷി അല്ലാത്തത് ഏതെല്ലാണ്? കുറക്കൽ മാത്രമാണ്. അത് ഗണിതക്രിയയാണ്. ബാക്കിയൊക്കെ എന്താണ്? പ്രക്രിയാശേഷി. സാമാന്യവൽക്കരിക്കൽ, പട്ടികപ്പെടുത്തല്, ഊഹിക്കല്, ഇതൊക്കെ ഗണിത പ്രക്രിയാശേഷികളാണ്. കുറക്കൽ മാത്രമാണ് ഗണിതക്രിയയായി വരുന്നത്. ഗുണനത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുണനം തുടർച്ചയായ സങ്കലനമാണ്. ഗുണനം ഹരണത്തിന്റെ വിപരീതമാണ്. ഗുണനം തുടർച്ചയായ വ്യവകലനമാണ്. ഗുണനത്തിന് ഉദാഹരണമായി 3 + 3 + 3 = 3 × 3 = 9 എന്ന് എഴുതാം. അതായത് ഗുണനം തുടർച്ചയായ വ്യവകലനമാണ് എന്ന് തെറ്റാണ്. തുടർച്ചയായ വ്യവകലനം എന്താണ്? നമുക്കറിയാം, ഹരണമാണത് വരുന്നത്. തുടർച്ചയായ ഗുണനം തുടർച്ചയായ സങ്കലനമാണ്. ഗുണനം ഹരണത്തിന്റെ വിപരീതമാണ്. ഗുണനം തുടർച്ചയായ വ്യവകലനമാണ് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യ ഏത്? 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യ ഏത്? എങ്ങനെയാണ് നോക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംഖ്യകൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 9നേക്കാൾ 1 കൂടുതൽ, അഥവാ 10 അല്ലെങ്കിൽ വെറും 1 വന്നാൽ മതി. 8 1 9 3 12 4 16 2 18 1 19 28 1 29. 29 ആകുമ്പോൾ എത്രയാണ്? 29 ആകുമ്പോൾ 2 9 11 വന്നു പോയി. 10 കിട്ടിയില്ല. 2 2 4 3 7 2 9 9 18 8 26 26 10 36. 36 ആകുമ്പോൾ 9ന്റെ ഗുണിതമായി പോയി. 6 3 9 ആണ്. 6 6 12 3 15 15 3 18 5 23 3 26 10 36. അതും 9ന്റെ ഗുണിതമായി പോയി. 6 3 9 ആണ്. പിന്നെ വരാവുന്ന ഒരേ ഒരു സംഖ്യയേ ഉള്ളൂ. അതേതാണ്? 3 6 9 4 13 5 18 75 2 27 10 37. 37 7 3 10. അപ്പം 7 3 10 ആകുമ്പോൾ എന്താണ്? 9നേക്കാൾ 1 കൂടുതൽ. അപ്പൊ 9 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യ ഏതാണ്? 3 6 4 5 7 2 9 1 എന്ന സംഖ്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 72 72 എന്ന സംഖ്യയെ 72 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് 11 എന്ന ഉത്തരം ലഭിച്ചു. ഈ തെറ്റ് പരിഹരിക്കാൻ ഏത് പ്രശ്ന പരിഹരണ തന്ത്രമാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? അതായത് 7272 എന്ന സംഖ്യയെ 72 കൊണ്ട് ഹരിച്ചപ്പോൾ കുട്ടി 11 എന്ന് ഉത്തരം എഴുതി. അപ്പൊ കുട്ടി പട്ടിക തയ്യാറാക്കുന്നത് ശരിയല്ല, ചെറിയ ഉദാഹരണങ്ങൾ എടുക്കൽ ശരിയല്ല, വലിയ കണക്കിനെ കുട്ടി ചെയ്ത് ശീലിക്കണം. അപ്പൊ കുട്ടി ഊഹിക്കലും പരിശോധിക്കലുമായിരിക്കണം. അതായത്
72നെ 10 കൊണ്ട് ഗുണിച്ചാൽ തന്നെ 720 കിട്ടും. 11 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 792 എന്നുള്ള ആശയം കുട്ടി ഊഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ തെറ്റ് വരുത്തില്ല. അപ്പോൾ ഊഹിക്കലും പരിശോധിക്കലുമാണ് ഇതില് ഏറ്റവും നല്ല മാർഗം. ചിത്രത്തിൽ സമചതുരത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിരിക്കുന്നു. ഷെയ്ഡ് ചെയ്ത ത്രികോണം സമചതുരത്തിന്റെ എത്ര ഭാഗമാണ്? ഈ ഷെയ്ഡ് ചെയ്തത് ഇപ്രകാരം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായി. എത്ര ത്രികോണങ്ങളാക്കി ഭാഗിച്ചത്? 8. അപ്പൊ 8ൽ ഒരു ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തത്. ഇത്രയേ നോക്കാനുള്ളൂ. അപ്പൊ 8ൽ ഒരു ഭാഗം കണ്ടോ? ആൻസർ 8ൽ ഒരു ഭാഗമാണ്. ഇനി 1.25 കിലോ തക്കാളിക്ക് 75 രൂപ എന്നാൽ 1/2 കിലോ തക്കാളിയുടെ വില എന്ത്? 1.25 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 കാൽ കിലോ. 1 4 4 1 5. 5 കാൽ കിലോഗ്രാം ചേർന്നതാണ് 1.25 കിലോ. 5 കാൽ കിലോഗ്രാമിന് 75 രൂപ. 5 കാൽ കിലോഗ്രാമിനാണ് 75 രൂപ. അപ്പൊ കാൽ കിലോഗ്രാമിന് എത്രയായിരിക്കും? 75ന് 5 കൊണ്ട് ഹരിച്ചാൽ മതി, 15 രൂപ. കാൽ കിലോഗ്രാമിന് 15 രൂപയാണെങ്കിൽ അര കിലോഗ്രാമിന് എത്രയായിരിക്കും? 30 രൂപ കിട്ടും. അതായത് 1.25 എന്ന് പറഞ്ഞാൽ 5 കാൽ കിലോഗ്രാം ആണ്. 1 4 4 1 5. 5/4 അഥവാ 5 കാൽ കിലോഗ്രാമിന് 75 രൂപ വില എങ്കിൽ കാൽ കിലോഗ്രാമിന് 15 രൂപ. അപ്പോ അര കിലോഗ്രാമിന് 30 രൂപ. അടുത്തത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. 2 2 4 4 4 16. അപ്പോ ഇത് ആ വിട്ട ഭാഗം ഏതായിരിക്കും? നോക്കൂ, 2 2 4 4 16 6 6 36 8 8 64 10 10 100 12 12 154 14 14 196. അപ്പോൾ ഇവിടെ ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഏത് സംഖ്യകളുടെ വർഗങ്ങളാണ് അവിടെ ഒഴിവായത്? 6 × 8 × 6 6 36 8 8 64. യൂണിറ്റ് സമചതുരങ്ങൾ ഉപയോഗിച്ച് വരച്ച സ്റ്റെപ്പുകളാണ് ചിത്രത്തിൽ. ഈ രീതിയിൽ 10ാമത്തെ സ്റ്റെപ്പിൽ എത്ര യൂണിറ്റ് സമചതുരങ്ങൾ ഉണ്ടാകും? അപ്പൊ ഈ യൂണിറ്റ് സമചതുരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ത്രികോണ സംഖ്യയാണ്. 1 3 6 10 ഇങ്ങനെ. എങ്കിൽ 10ാമത്തെ ത്രികോണ സംഖ്യ ഏതാണെന്ന് ഇവിടെ ചോദ്യം. 10ാമത്തെ സ്റ്റെപ്പിൽ എത്ര യൂണിറ്റ് സമചതുരങ്ങൾ ഉണ്ടാവും? അപ്പൊ 10ാമത്തെ ത്രികോണ സംഖ്യ 1 3 6 10 ഇപ്രകാരമുള്ള ത്രികോണ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10ാമത്തെ ത്രികോണ സംഖ്യ കാണാൻ 10ന്റെ തൊട്ടടുത്ത സംഖ്യയായ 11 കൊണ്ട് ഗുണിക്കുന്നു. 11 10 11 110 110ന്റെ പകുതി 55. എങ്കിൽ 9ാമത്തെ ത്രികോണ സംഖ്യയാണ് കാണുന്നത്. 9ാമത്തെ സ്റ്റെപ്പിലാണ് കാണുന്നതെങ്കിലോ 9ന്റെ തൊട്ടടുത്ത സംഖ്യ 9 10 90. 90ന്റെ പകുതി 45. അടുത്ത ചോദ്യം, ചിത്രത്തിൽ എക്സിന്റെ വില എത്ര എന്നാണ്. ചിത്രത്തിൽ എക്സിന്റെ വില കണ്ടുപിടിക്കുന്ന രീതി നോക്കൂ. ഇവിടെ 110 ആയതിനാൽ രേഖീയ കോണുകളാണ്. ഇത് 110 ആയതിനാൽ ഇപ്പുറം എത്രയാണ്? 70 ആണ്. ഇപ്പുറം 130 ആയതിനാൽ ഇപ്പുറം എത്രയാണ്? 50 ആണ്. 130 50 ആണ്. അപ്പോൾ ചുവന്ന ആ ത്രികോണത്തിനകത്തുള്ള കോണുകൾ നോക്കൂ. 50 70 കൂട്ടിക്കഴിഞ്ഞാൽ 120 ആണ്. ഒരു ത്രികോണത്തിലെ കോണുകൾ 150 ആണ്. 120 എത്രയെത്താൻ 150 കിട്ടും? 60 ആയിരിക്കും. അപ്പോൾ ആൻസർ എത്രയാണ്? 60. അപ്പോൾ രേഖീയ ജോഡി കോൺ എന്ന ആശയമാണ് ഇവിടെ വേണ്ടത്. 110ന് തൊട്ട് ഇടതുഭാഗത്തുള്ള കോണ് എത്രയ്ക്കും? 70 ആയിരിക്കും. 130ന് വലതുഭാഗത്ത് 50ഉം 70ഉം 50ഉം കൂട്ടിക്കഴിഞ്ഞാൽ 120. 120 150 കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 60 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ആകുന്നത് ഏത്? തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ആകുന്നത് ഏതാണ്? തുടർച്ചയായ 4 എണ്ണൽ സംഖ്യയുടെ ശരാശരി എപ്പോഴും എന്തായിരിക്കും? തുടർച്ചയായ 4 എണ്ണൽ സംഖ്യയുടെ ശരാശരി എപ്പോഴും 2 കൊണ്ട് ഹരിച്ചാൽ ഒറ്റ സംഖ്യയായിരിക്കും അത്. അപ്പൊ 2 കൊണ്ട് ഹരിച്ചാൽ ഒറ്റ സംഖ്യയും
ഒരൊറ്റ സംഖ്യയുടെ പകുതിയായി വരുന്നത് എത്രയായിരിക്കും? അരയായിരിക്കും. അപ്പൊ 4 സംഖ്യകൾ തീർച്ചയായും 4 എണ്ണൽ സംഖ്യയുടെ ശരാശരി എപ്പോഴും അര വരുന്ന സംഖ്യയായിരിക്കും, 0.5 വരുന്ന സംഖ്യയായിരിക്കും. തീർച്ചയായും 4 എണ്ണൽ സംഖ്യയുടെ ശരാശരി എപ്പോഴും വരുന്നത് ഒരു 0.5 അഥവാ അര വരുന്ന സംഖ്യയായിരിക്കും. 10 അല്ലെങ്കിൽ 10.5 അല്ലെങ്കിൽ 16 വരെ അല്ലെങ്കിൽ 18 വരെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യയുടെ പകുതി സംഖ്യയോട് അര ചേർത്തതായിരിക്കാം ശരാശരി വരുന്നത്. അപ്പൊ തീർച്ചയായും 4 എണ്ണൽ സംഖ്യയുടെ ശരാശരി എപ്പോഴും എന്താണ്? ഒരു 0.5 വരുന്ന സംഖ്യയായിരിക്കും. ആഗമന രീതിയുടെ സവിശേഷത ഏതാണ്? അനേകം ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് എത്തുന്നതാണ് ആഗമന രീതി. അതൊക്കെ നമ്മൾ സൈക്കോളജി ക്ലാസ് പഠിച്ചതാണ്, ഒന്നുകൂടെ ഓർക്കുക. അതൊക്കെ ഗണിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ആഗമന രീതിയും നിഗമന രീതിയും. ഒരു നല്ല ഗണിതാധ്യാപികയുടെ റോൾ അല്ലാത്തത് റോളുകളാണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത്. ഒരു ഗണിതാധ്യാപികയുടെ റോളുകൾ ഏതെല്ലാം? ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് അവസരം നൽകല്, അത് ഏറ്റവും പ്രധാനമാണ്. ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് അവസരം നൽകല്, അതായത് KCF കേരള കരിക്കുലം ഫ്രെയിംവർക്കിൽ ഏറ്റവും പ്രധാനമായി പറയുന്നതാണ് ചിന്തയുടെ ഗണിതവൽക്കരണം. അപ്പൊ ചിന്തയുടെ ഗണിതവൽക്കരണത്തിനാണ് അവസരം നൽകല്, അത് ഒരു അധ്യാപികയുടെ റോളാണ്. ഇല്ലാതെ ധാരാളം പരിശീലന പ്രശ്നങ്ങൾ നൽകല് ഒരിക്കലും ഒരു അധ്യാപികയുടെ റോളല്ല. ധാരാളം പരിശീലന പ്രശ്നങ്ങൾ നൽകിയതുകൊണ്ട് ഒരു കാര്യമില്ല. ഊഹത്തിനും മനക്കണക്കിനും അവസരം നൽകണം നല്ലൊരു അധ്യാപിക. നിത്യജീവിതത്തിൽ ഗണിത പ്രശ്നങ്ങൾ അപഗ്രഥിക്കാൻ അവസരം നൽകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളീയ ഗണിതശാസ്ത്രജ്ഞനല്ലാത്തത് ആര്? ശ്രീനിവാസ രാമാനുജനാണ്. അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് കേരളത്തിലെ ഗണിതശാസ്ത്രം അല്ലാത്തത് ആരാണ്? രാമാനുജനാണ്. ശങ്കരവാര്യരും പരമേശ്വരവും നീലകണ്ഠ സ്വാമിയാജിയും എല്ലാം എന്താണ്? കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാരാണ്. തൊള്ളായിരത്തി കൂട്ടണം 499 കൂട്ടണം 999 കൂട്ടണം 499 കൂട്ടണം 999 കൂട്ടണം 9999 കൂട്ടണം 499. ഇങ്ങനെ കൂട്ടുമ്പോൾ എന്താണ്? എത്ര 9കളാണ് അറ്റത്തുള്ളത്? 5. നേരെ കൂട്ടി അങ്ങ് ഉത്തരം എഴുതിയാൽ മതി. 9 9 9 5 9 45. 4 ബാക്കി 5 9 45 4 49. അപ്പോൾ 9ൽ അവസാനിക്കുന്നു. പിന്നെ ഏതാണുള്ളത്? എപ്പോഴും 4 അക്ക സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ 5 അക്കം വരുമല്ലോ. ആ 5 അക്കം എഴുതേണ്ടി വരും. അവിടെ ഏതായുള്ളൂ? 12995. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബീജഗണിതത്തിന്റെ സവിശേഷതയിൽ പെടാത്തത്? അംഗഗണിതത്തിന്റെ സാമാന്യ രൂപമാണ്, ശരിയാണ്. പ്രതിരൂപാത്മകമാണ്. ആശയങ്ങളുടെ പരസ്പരബന്ധമാണ് കൈകാര്യം ചെയ്യുന്നത്. വലിയ സംഖ്യകളുടെ തുക കാണാൻ എളുപ്പമാക്കുന്നു. അത് ബീജഗണിതത്തിന്റെ സവിശേഷതയിൽ പെടാത്തതാണത്. എന്നുവെച്ചാൽ വലിയ സംഖ്യകളുടെ തുക കാണാനൊന്നും ഏത് വേണ്ടയില്ല, തുക കാണാൻ കൂട്ടിയാൽ മതി, അല്ലാതെ ബീജഗണിതം ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല. ഓക്കെ.